ക്ഷമ ഒരു ഇൻസ്റ്റാഗ്രാം ചാറ്റാണ്. അതിനകത്ത് പറയുന്നു, ഞാനിന്നൊരു കാര്യം പറയാം, ഷഹബാസിനെ ഞാനിന്ന് കൊല്ലും. പറഞ്ഞാൽ പറഞ്ഞ പോലെയാണ്. ഓൻ്റെ കണ്ണൊന്ന് പോയി നോക്ക്, കണ്ണൊന്നും ഇല്ല. മരിച്ചു കഴിഞ്ഞാലും വലിയ വിഷയമില്ല, കേസൊന്നും ഉണ്ടാവില്ല. അവർ ഇങ്ങോട്ട് വന്നതല്ലേ, കേസൊക്കെ തള്ളിപ്പോവും. എന്നിട്ട് വാട്സപ്പും ഇൻസ്റ്റയിലും ഒക്കെ മെസ്സേജുകൾ അയച്ചാണ് ഈ ആളുകളെല്ലാം കുട്ടികളെ, പ്രധാനമായിട്ട് കുട്ടികളാണല്ലോ, 10ാം ക്ലാസ്സുകാരാണ്. ഈ 10ാം ക്ലാസ്സുകാരെല്ലാം ഒരുമിച്ച് കൂടിയിട്ട് മനഃപൂർവ്വം, അതായത് അവിചാരിതമായി ഉണ്ടാകുന്നതല്ല, അവിടെയാണ് നമ്മൾ ഞെട്ടുന്നത്. പലപ്പോഴും നമ്മൾ ഈ ഞെട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രേക്ഷകരും പറയുന്നുണ്ട്, ഇതൊക്കെ കേട്ട് ഞെട്ടി. പക്ഷേ ഇവിടെ നമ്മൾ ഞെട്ടുന്നത് മനഃപൂർവ്വം ഒരാളെ കൊല്ലണം, അതും ഒരു 10ാം ക്ലാസ്സുകാരനെ കൊല്ലണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ഇവർ ഒരുമിച്ച് കൂടുന്നു. അയാളെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോകുന്നു. എന്നിട്ട് ആ പയ്യൻ ഇപ്പോൾ നമ്മുടെ ഭൂമിയിലില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് എന്തൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത്? കുട്ടി ക്രിമിനലുകളാണിവർ. കുട്ടി ക്രിമിനൽ സംഘം വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരിപ്പോൾ അകത്തു പോകും. ഇപ്പോൾ പിന്നെ ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റും. ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ ജുവനൈൽ കോടതിയിൽ ഹാജരാക്കും, ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റും. ഇപ്പോൾ ഈ പറയുന്ന ഇതുണ്ടല്ലോ, ഏതാ പിന്നെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ഇവർക്ക് പരീക്ഷ എഴുതാനുള്ള അവസരം കൊടുത്തിട്ടുണ്ട്. ഈ 5 പേർക്കും SSLC പരീക്ഷ എഴുതാനുള്ള അവസരം ഇപ്പോൾ ഈ ബോർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവരൊക്കെ എന്തിനാ പരീക്ഷ എഴുതുന്നത്? അതെ, ഇത് കഴിഞ്ഞിട്ട് പിന്നെ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. മാപ്പ് പറഞ്ഞുകൊണ്ട് ഈ കുട്ടി വെന്റിലേറ്ററിലാണെന്ന് അറിഞ്ഞില്ല, കുട്ടി ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞുകൊണ്ട് ഈ കുട്ടിക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് ഈ അടിച്ചതിൽ ഒരുത്തൻ അയച്ചിട്ടുണ്ട്. നിന്നോട് പലതവണ പറഞ്ഞതല്ലേ ചൊറ കാണിക്കരുതെന്ന്. പിന്നെ ഇനിയിപ്പോൾ എന്താ, പൊരുത്തപ്പെട്ടങ്ങ് പോ എന്നാണ് പറയുന്നത്. ഇവർ വളർന്നു വന്ന വലിയ പ്രശ്നമാണ്. യുവമാർക്ക് ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഗുണവുമില്ല. ഈ പറയുന്ന പോലെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് യുവമാർക്ക് MDMA നിരത്താൻ പറ്റുന്ന ഒരു സാധനമായിട്ട് മാറും. അത് കമത്തി വെച്ച് യുവമാർ MDMA നിരത്തും, ലൈൻ വരയ്ക്കും. അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. യുവമാരും ഈ പറയുന്ന പോലെ ഒബ്സർവേഷൻ ഹോമിൽ പോയി യുവമാർ കൂടുതൽ ഈ ക്രിമിനൽ ആക്ടിവിറ്റി പഠിക്കും. ഇതിനൊന്നും ഒരു റെമഡി എന്ന് പറയുന്ന സാധനം ഇതിനകത്തില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ പ്രായത്തിൽ 15 വയസ്സിൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ ഇവർക്ക് എങ്ങനെ പറ്റുന്നു എന്നുള്ളൊരു വലിയ അത്ഭുതമാണ്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾക്ക് ഈ പറയുന്ന പോലെ വികൃതി ഇത്തിരി ഉണ്ട്, വികൃതിയുണ്ട്. ഞാനിപ്പോൾ അടുത്തിരുന്ന് പരീക്ഷ ഈ പറയുന്ന പോലെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്തിരുന്ന് എഴുതുന്നവൻ്റെ പേപ്പർ വരച്ചു കൊടുക്കും, ബുക്ക് വരയ്ക്കും, ചെറിയ വര വരയ്ക്കും, അവ ഇത്തിരിയുടെ വലുത് വരയ്ക്കും. ഞാൻ അവൻ്റെ ബുക്ക് പിന്നെയും വലുത് വരയ്ക്കും. ചുരുക്കം പറഞ്ഞാൽ എൻ്റെ നോട്ട് പോകും, അവൻ്റെ നോട്ട് പോകും. അതവിടെ തീർന്നു. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും തന്നെ പുറത്തിറങ്ങി കറങ്ങി നടക്കും. ഇതൊക്കെയാണ് അവിടെ നടക്കാറുള്ളത്. ഇത് പോയിട്ട് ഇവന്മാരാണെങ്കിൽ ആ വരച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവന്മാർ പുറത്തിറങ്ങി ചേട്ടന്മാരെ വിളിക്കും, മറ്റവും പോയി അവന്മാരെ ചേട്ടന്മാരെ വിളിക്കും. പിന്നെ സ്കൂളിന് മുന്നിൽ സംഘർഷം, കൂട്ടാടി. ഇത് വീഡിയോയിൽ പകർത്തും ഇൻസ്റ്റാഗ്രാമിൽ റീലാക്കും. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇവന്മാർ ക്രിമിനൽസാണ്, കുട്ടി ക്രിമിനലുകൾ. ഞാൻ ഇന്ന് എൻ്റെ ചാനലിൽ ഈ വിഷയം സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇവന്മാർ കുട്ടി ക്രിമിനൽ എന്ന് പറഞ്ഞ് വിളിച്ചതിൻ്റെ പേരിൽ ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും നടപടി ഉണ്ടാവുമെങ്കിൽ അത് ഏൽക്കാൻ ഞാൻ തയ്യാറാണ്. ഇനിയും ഇത്തരം കാര്യങ്ങൾ ഇവരെ നിസ്സാരവൽക്കരിക്കുകയാണ്. ഈ ഒരു ഹെഡ് മാസ്റ്ററെ തെറി വിളിച്ച പയ്യനുണ്ടല്ലോ, അന്നും ആ പയ്യൻ അനുകൂലമായിട്ട് കുറെ അത് പുരോഗമനവാദം 8 മടക്കി കയ്യിലോട്ട് കൈവച്ചാൽ മതി, ഇങ്ങോട്ട് എടുക്കണ്ട. ഈ പലർക്കും മനസ്സിലാകാത്ത ഒരു കാര്യം, ഈ 15, 14, 13 ഒക്കെ വയസ്സുള്ള കുട്ടികൾ, ലഹരിക്ക് അടിമകളായിട്ടുള്ള ധാരാളം കുട്ടികളുണ്ട് ഇവിടെ. പിന്നെ അത് ആ വിഷയം പിന്നെ സംസാരിക്കാം. അതവിടെ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് എടുക്കേണ്ട സാധനമാണ്. ഒരു 10ാം ക്ലാസ്സിലെ ഒരു സൂചന ഞാൻ പറഞ്ഞതാ, ഈ പുരോഗമനവാദികൾക്ക് അത് മനസ്സിലാക്കുന്നില്ല. അവിടെ ഇത് സംഭവിക്കുന്നത് ട്രിസ് എന്ന് പറഞ്ഞ ഒരു പിന്നെ ട്യൂഷൻ സെൻറ്റർ, അത് അവിടുത്തെ വ്യാപാര ഭവനിൽ പ്രവർത്തിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. താമരശ്ശേരിയിലെ വ്യാപാര ഭവനിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അവിടെ കഴിഞ്ഞ ഞായറാഴ്ച ആ പാവപ്പെട്ട അധ്യാപകർ ഇവർക്കൊരു ഫെയർവെൽ പാർട്ടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. 10ാം ക്ലാസ്. അവിടെ 2 ഹയർ സെക്കൻഡറി സ്കൂളുകളാണ് വലിയ കിലോമീറ്റർ വ്യത്യാസമില്ലാതെ ഈ ട്യൂഷൻ സെൻറ്ററിൻ്റെ അപ്പുറവും ഇപ്പുറവുമായിട്ട് പ്രവർത്തിക്കുന്നത്. ഒന്ന് MJ ഹയർ സെക്കൻഡറി സ്കൂള്, ഇപ്പുറത്ത് താമരശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കോരങ്ങാട്. ഈ 2 സ്കൂളുകൾ. അപ്പോൾ ഇവന്മാർ ഈ 2 കൂട്ടരും അവിടെയാണ് പഠിക്കുന്നത്. അവിടെ ആ ട്യൂഷൻ സെൻറ്ററിൽ പഠിക്കുന്നവരാണ് ഈ സംഘങ്ങൾ 2. ഇവർ തമ്മിൽ ഇത് ഇപ്പോൾ എന്താ പറയുക, ഇത് പിന്നെ റാഡ്ക്ലിഫ് ലൈൻ പോലെയാണ്. അപ്പുറവും ഇപ്പുറവും നിൽക്കുകയാണ് ഇവർ സംഘം ചേർന്ന്, മുഖത്തോട് മുഖം നോക്കി എങ്ങനെ എന്തിലേറ്റുമുട്ടാം എന്നുള്ള ഒരു ഹരം. ഇപ്പോൾ നമ്മളൊക്കെ പരീക്ഷ കഴിഞ്ഞ് അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ നിന്ന് പിരിയുന്ന സമയത്ത് ഈ യൂണിഫോമിൽ ഒന്നുകിൽ കളർ വാരി തേക്കും,
നമ്മുടെ ഒരു പ്രധാന പരിപാടി. ഞാനൊക്കെ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ പിരിയുന്ന സമയത്ത് ഉണ്ടായ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ കളർ വാരിത്തേക്കും, ഉടുപ്പിൽ പേര് എഴുതി വെക്കും. ഇപ്പം എൻ്റെ ഉടുപ്പ് ഷർട്ടിലൊക്കെ നിറച്ച് പേര് എഴുതി വെക്കും. ഇതിപ്പോൾ പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല. മൊത്തം പേര് എഴുതി വെച്ച് മഷിയൊക്കെ കൊണ്ടുവന്ന് കുടയും. മഷി കുടയും ഇങ്ങനെയൊക്കെയുള്ള പരിപാടിയാണ്. അതിനൊന്നും ആർക്കും ഒരു പരാതിയില്ല. ഇവിടെ ഇങ്ങോട്ടും കുടയും അങ്ങോട്ടും കുടയും. അതൊക്കെയാണ് പിന്നെ പരിപാടികൾ. അപ്പം ഇവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഘം ചേർന്ന് ഒരു എന്താ പറയുക, ഒരു അക്രമ സ്വഭാവം അതിനുവേണ്ടി ചെയ്തിരിക്കുകയാണ്. ഇത് ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വരുന്നവരിൽ എല്ലാവരും നോർമലാണോ എന്നറിയാൻ പറ്റണം. എത്ര പേര് നോർമലാണ് എന്നുള്ളത് ശ്രദ്ധിക്കണം. ഇത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അല്ല, ഞാൻ എൻ്റെ ഇടയ്ക്ക് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മുടെ ഒരു പ്രശസ്തമായ സ്കൂളിൽ ഈ 10ാം ക്ലാസ്സുകാരുടെ ഈ പരിപാടിയും അതുപോലെ സ്കൂൾ വാർഷികം. അപ്പോൾ പറഞ്ഞു സ്കൂൾ യൂണിഫോം വേണം, ഐഡൻറ്റിറ്റി കാർഡ് വേണം, അതോടൊപ്പം താഴെ എഴുതി സ്കൂളിൽ യാതൊരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ കൊണ്ടുവരാൻ പാടില്ല, സ്കൂളിനുള്ളിൽ അത് ഉപയോഗിക്കാൻ പാടില്ല. ഇങ്ങനെ 2 സെൻറ്റൻസാണ്. ഒന്ന് ഇത് കൊണ്ടുവരാൻ പാടില്ല, 2 ഇത് കൊണ്ടുവന്നാൽ സ്കൂളിനുള്ളിൽ ഇത് ഉപയോഗിക്കാൻ പാടില്ല. അത് പണ്ടെങ്ങാനും അങ്ങനെ നമ്മുടെ കാലത്ത് അങ്ങനെ എഴുതുമോ? സ്കൂളിൽ നിന്ന് അങ്ങനെ അറിയിപ്പ് വരുമോ? അതിങ്ങനെ പിന്നെ ഈ പറയുന്നത് പോലെ ഇപ്പോൾ ഇതിനകത്തേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞു. അതെ, ഇതിനകത്തേക്ക് വന്നു തുടങ്ങി. ഞാൻ പറഞ്ഞല്ലോ ഈ കുട്ടികൾക്കിടയിലൊക്കെ ഈ സംഭവം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന പിന്നെ ട്രീസ് എന്ന് പറഞ്ഞ ട്യൂഷൻ സെൻ്ററിൽ ഇത് സംഘടിപ്പിച്ചപ്പോൾ അവിടെ ഒരു പിന്നെ നൃത്ത പരിപാടി നടക്കുകയാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് MJ സ്കൂളിലെ പെൺകുട്ടികളുടെ ഡാൻസാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അതിനിടെ ഈ പിന്നെ മൊബൈലും മ്യൂസിക് സിസ്റ്റവുമായിട്ടുള്ള കണക്ഷൻ, ബ്ലൂടൂത്ത് കണക്ഷൻ അറ്റുപോയി ഡാൻസ് പകുതിയിൽ നിന്നപ്പോൾ ഈ താമരശ്ശേരി സ്കൂളിലെ കുട്ടികൾ കൂവി. ഈ നൃത്തം ചെയ്തുകൊണ്ടിരുന്നതിൽ ഒരു പെൺകുട്ടി ഈ താമരശ്ശേരി സ്കൂളിലെ ആൺകുട്ടികളുമായി ഏറ്റുമുട്ടി. അതോടുകൂടി ഈ പറയുന്ന പോലെ ആൺസിംഹങ്ങളെല്ലാം കൂടെ ചാടി ഇറങ്ങി ഈ താമരശ്ശേരി സ്കൂളിലെ, അതായത് MJ സ്കൂളിലെ ആൺസിംഹങ്ങളെല്ലാം കൂടെ താമരശ്ശേരി സ്കൂളിലെ ആൺസിംഹങ്ങളോട് ഏറ്റുമുട്ടാൻ ഇറങ്ങിത്തിരിച്ചു. ഇത് ഏറ്റവും വലിയ ദുഃഖമെന്ന് പറയുന്നത് ഈ ഷഹബാസ്, ആ കുട്ടി ആ ട്യൂഷൻ സെൻ്ററിലെ വിദ്യാർത്ഥി അല്ല. അയാൾ ട്യൂഷൻ സെൻ്ററിലെ വിദ്യാർത്ഥിയുമല്ല. അയാൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടി. അധ്യാപകർ ഇടപെട്ടു, ഇവരെ പിടിച്ചു മാറ്റി ചർച്ച നടത്തി രമ്യതയിലാക്കിയ വിഷയമാണിത്. തിങ്കളാഴ്ച രാവിലെ 2 വാട്സപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിക്കപ്പെട്ടു പുതുതായിട്ട്. നേരത്തെ ഉണ്ടായിരുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇവരെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഒരു അധ്യാപകൻ്റെ അംഗത്വം വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടായിരുന്നു. MJ സ്കൂളിലെ കുട്ടികളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു അധ്യാപകൻ്റെ സാന്നിധ്യമുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന താമരശ്ശേരി പിന്നെ കോരങ്ങാട് സ്കൂളിലെ കുട്ടികൾക്കും അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലും അധ്യാപകരുടെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് ഇവന്മാർക്ക് അധികം കിടന്ന് വെല്ലുവിളിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകമായിട്ട് അധ്യാപകൻ അറിയാതെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചു. അതിൽ ഇൻസ്റ്റാഗ്രാമിലും ഇവരുടെ ഒരു ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ പരസ്പരം എന്താ പറയുക, ഇവരുടെ ഗ്രൂപ്പിൽ MJ ഗ്രൂപ്പിലെ കുട്ടികൾ അതിൽ ചർച്ച നടത്തി, ഈ കോരങ്ങാട് സ്കൂളിലെ കുട്ടികൾ അതിലും ചർച്ച നടത്തി. ഈ ചർച്ച എന്ന് പറയുന്നത് കൊലവിളിയാണ്. ചർച്ച എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ടേബിൾ വലിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാന്യമായ സംഭാഷണമല്ല, കൊലവിളി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവനെ കൊല്ലണം, ഇവനെ കൊല്ലണം, ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. 2 കൂട്ടരും, 2 ഗുണ്ടാ സംഘങ്ങൾ ഏറ്റുമുട്ടുന്ന അതേ രീതി. ഈ കുട്ടികൾ അവൈലബിൾ ആയിട്ടുള്ള എത്ര പേരെ നമുക്ക് കിട്ടും, ബസ്സിൽ പോകുന്നത് എത്ര പേർ, നടന്നു വരുന്നവർ എത്ര പേർ, അതുപോലെ തന്നെ മറ്റ് ഗതാഗത മാർഗം ഉപയോഗിക്കുന്നത് എത്ര പേർ, ഇത് ലിസ്റ്റ് ഗ്രൂപ്പുകളിൽ തയ്യാറാക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ ലിസ്റ്റുകൾ തയ്യാറാക്കി. അപ്പോൾ ഇവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓരോ, അതായത് MJ സ്കൂളിന് ഈ കോരങ്ങാട് സ്കൂളിൽ എത്ര പേരെ കിട്ടുമെന്ന് അവർ ലിസ്റ്റ് തയ്യാറാക്കി. അപ്പുറത്തും അവർ ലിസ്റ്റ് തയ്യാറാക്കി. 2 കൂട്ടർക്കിടെ പക്കലും ലിസ്റ്റുണ്ട്. ഈ ലിസ്റ്റ് ചോർന്നു. ഈ ലിസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചോർത്തി. ഈ ഗ്രൂപ്പിലുള്ളവർ തന്നെ മറ്റു ഗ്രൂപ്പിന് ചോർത്തി കൊടുത്തു, ഇന്ന ആൾക്കാരെ സ്കെച്ച് ഉണ്ടെന്ന്. അതുപോലെ തന്നെ അവർക്ക് ഇവരുടെ ഗ്രൂപ്പിലും എത്ര പേരെ സ്കെച്ച് ഉണ്ടെന്ന് ഇവരും അറിഞ്ഞു. അതോടുകൂടി എന്താ പ്രകോപനം അത് അങ്ങേയറ്റമായി. 15 വയസ്സേ ഉള്ളൂ. പ്രകോപനം ഒന്ന് ആലോചിച്ച് നോക്കണം. പ്രകോപനം ആയുധങ്ങൾ താമരശ്ശേരി സ്കൂളുകാർ തയ്യാറാക്കി. നഞ്ചക്ക്, ഇടിക്കട്ട, ഇടിവള, പിന്നെ നമ്മുടെ ഈ ഷോക്ക് അബ്സോർബറിൽ ഉപയോഗിക്കുന്ന ബൈക്കിൻ്റെയൊക്കെ സസ്പെൻഷൻ ഉണ്ടല്ലോ, അതിന് ഉപയോഗിക്കുന്ന കമ്പി, ഇതുണ്ടല്ലോ വണ്ടിയിലിരിക്കുന്നത്, അത്, പിന്നെ നമ്മുടെ ബൈക്കിൽ ഉപയോഗിക്കുന്ന ഈ പറയുന്ന സെൻട്രലിലിരിക്കുന്ന, അതിൻ്റെ പേര് ഞാൻ വിട്ടുപോയി, അത്, ഇത്തരം സാധനങ്ങളെല്ലാം തന്നെ ഇവർ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ഒപ്പിച്ചു. ഇതൊക്കെ വെച്ച് അടിച്ചുള്ള അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കണം. ഇതിപ്പോൾ ഈ കുട്ടിയുടെ തലയിൽ നഞ്ചക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നഞ്ചക്ക് ഉപയോഗിക്കുക എന്ന് പറയുന്നത്, നഞ്ചക്ക് ഉപയോഗിച്ച് ഏതൊരു സിനിമ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുണ്ട്, നഞ്ചക്ക് വെച്ചുള്ള കളി.
ഈ സിനിമയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, നഞ്ചക്ക് ഉപയോഗിക്കുന്നത് ഈ സിനിമയിൽ നിന്ന് ഇവർ പഠിച്ചതാണ്. ഈ 5 പേരും കരാട്ടെ ക്ലാസ്സിൽ പോയിട്ടുള്ള എന്നുള്ളതാണ്. കരാട്ടെ ക്ലാസ്സിൽ പോകുന്നവർക്കാണ് ഈ നഞ്ചക്കുള്ളതിൻ്റെ ഉപയോഗം പഠിപ്പിക്കാറുള്ളത്, നഞ്ചക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് പഠിപ്പിക്കാറുള്ളത്. അപ്പോൾ ഇത് വെച്ചുള്ള അടിയാണ് തലയുടെ പുറകിൽ. അപ്പോൾ ഈ സാധനം അങ്ങനെ തയ്യാറാക്കി ഈ MJ സ്കൂളുകാർ കായികപരമായിട്ട് ആക്രമിക്കുക എന്നുള്ളൊരു തീരുമാനം അവരും എടുത്തു, കായികമായിട്ട് ആക്രമിക്കുക. അങ്ങനെ ഇവർ 2 പേരും കൂടെ ഈ താമരശ്ശേരിയിലെ ഈ പറയുന്ന ട്രിസ് ട്യൂഷൻ സെൻറ്ററിൻ്റെ സമീപത്ത് വ്യാഴാഴ്ച വൈകുന്നേരം സംഘടിക്കാൻ തീരുമാനിച്ചു. 2 കൂട്ടരിൽ ആരാണ് മിടുക്കന്മാരെന്ന് തെളിയിക്കുന്ന ഒരു സംഘം. അപ്പോൾ അതിനിടയിലേക്കാണ് ഈ കുട്ടിയെ, അതായത് ഷഹബാസിനെ, മുഹമ്മദ് ഷഹബാസിനെ ഈ MJ സ്കൂളിലെ കുട്ടികൾ വന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നത്. ആൾബലം കൂട്ടാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുപോയതാണ്. ഇവിടെ വേറെയും ചർച്ചകൾ പലതും നടക്കുന്നത്. അതായത് അടിക്കാൻ വേണ്ടി കൊണ്ടുപോയത് ഇത് ഷഹബാസിൻ്റെ സുഹൃത്തുക്കൾ തന്നെ കൊണ്ടുപോയിരിക്കുന്നത്. നമ്മൾ അറിഞ്ഞിടത്തോളം ഷഹബാസിൻ്റെ സുഹൃത്തുക്കളെ കൂട്ടിക്കൊണ്ടുപോയിരുന്നു. ഈ കുട്ടി ആ വൈകുന്നേരം ഈ ഉമ്മയുടെ നിർദ്ദേശപ്രകാരം ഈ കുട്ടി ഈ ഇളയ കുട്ടികൾക്ക് ചായക്ക് പലഹാരം വാങ്ങുന്നതിന് വേണ്ടി കടയിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോഴാണ് ഇവർ വരുന്നത്. ഇവർ വന്ന് കൂട്ടിക്കൊണ്ട് പോയത്. ഇവർ വന്ന് നേരെ കൂട്ടിക്കൊണ്ടുപോയി 4 മണിക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. 4 മണിക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് ഇവർ തമ്മിലൊരു ഏറ്റുമുട്ടൽ നടക്കുന്നു. 3 റൗണ്ട് ഏറ്റുമുട്ടൽ നടന്നു. ആദ്യത്തെ 2 റൗണ്ടിൽ നാട്ടുകാർ പിടിച്ചു മാറ്റി. 3-ാം റൗണ്ടിലാണ് നാട്ടുകാർക്ക് പിന്നെ പിടിച്ചു മാറ്റലാണല്ലോ പണി. അവർ പിടിച്ചു മാറ്റാൻ പോകുന്നവരെ ഇവന്മാരടിക്കുമെന്നേ അടിക്കും. പിടിച്ചു മാറ്റാൻ ചെന്ന് കഴിഞ്ഞാൽ ഇവന്മാർ അവരെ അടിക്കും. അതിലൊന്നും ഒരു കാര്യവുമില്ല, വേറൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവന്മാർ അവരെയും പിടിച്ചടിച്ചു കളയും. അപ്പം ഇവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ 3-ാം റൗണ്ടിൽ ആയുധമെടുത്ത് പ്രയോഗിച്ചു. 3-ാം റൗണ്ടിൽ ആയുധമെടുത്ത് പ്രയോഗിച്ചപ്പം പ്രയോഗിച്ചതിൽ ഒന്ന് ഇടിക്കട്ടയും ഇടിവളയും ഒക്കെയാണ്. അതിൽ 3-ാം റൗണ്ടിലാണ് ഈ കുട്ടിയെ പിന്നെ നഞ്ചക്ക് കൊണ്ട് ആക്രമിക്കുന്നത്. നഞ്ചക്ക് വെച്ച് തലയുടെ പുറകുവശത്ത് അടിച്ചു. ആ കുട്ടി വീണപ്പോൾ ആ കുട്ടിയെ തറയിലിട്ടും ഇടിച്ചു. നല്ല രീതിയിൽ ഈ കുട്ടിയെ അടിച്ചു, ഈ ഷഹബാസിനെ അടിച്ചു. അതിനുശേഷം ഈ കുട്ടിയെ ഈ കൂട്ടിക്കൊണ്ടുപോയവർ തിരിച്ച് വീടിന് സമീപത്ത് ഉപേക്ഷിച്ചിട്ട് മടങ്ങിപ്പോവുകയും ചെയ്തു. അവന്മാർ തിരിച്ചു പോകളഞ്ഞു. ഈ കുട്ടി അവിടെ ഒരു ഗേറ്റിൽ പിടിച്ച് നിന്നു. ഒരു വീടിൻ്റെ അയൽവാക്കത്തെ ഒരു വീടിൻ്റെ ഗേറ്റിൽ പിടിച്ച് നിന്നപ്പോൾ അവശനാന്ന് കണ്ടപ്പോൾ ആ മനുഷ്യൻ ഈ കുട്ടിയെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും പിന്നീട് തൊട്ടു പിന്നാലെ ഈ കുട്ടിയെ പിന്നെ ഈ കുട്ടിയുടെ ഉമ്മയായിട്ടുള്ള റംസീനയുടെ അടുത്ത് എത്തിക്കുകയും ചെയ്തു. റംസീനയ്ക്ക് ഇതൊന്നും അറിയില്ല, എന്താ സംഭവിച്ചതെന്ന്. ഈ കുട്ടി നേരെ ചെന്ന് ഈ ഷവാസ് എന്ന് എനിക്കൊന്ന് കിടക്കണമെന്ന് പറഞ്ഞ് നേരെ പോയി റൂമിൽ കിടക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞ് ഈ ഉമ്മ വെള്ളം കൊണ്ട് കൊടുക്കാൻ ചെന്നപ്പോൾ ഈ കുട്ടിയുടെ വായിൽ നിന്ന് പത വരുന്നുണ്ട്. അങ്ങനെ വെള്ളം കൊടുത്തപ്പോൾ ഈ കുട്ടി ഒമിറ്റ് ചെയ്തു, പിന്നെ ബോധരഹിതനായി. തുടർന്നാണ് താമരശ്ശേരി താലൂക്ക് ആശുപത്രി, അവിടെ നിന്നും നേരെ പിന്നെ താമരശ്ശേരി കോഴിക്കോട് മെഡിക്കൽ കോളേജ്, അവിടെ നിന്ന് നേരെ വെന്റിലേറ്ററിൽ കയറ്റുകയായിരുന്നു. വെന്റിലേറ്ററിൽ കയറ്റി ഇന്നലെ അർദ്ധരാത്രി 12:30 കുട്ടിയുടെ മരണം സംഭവിച്ചു. അതിലാണ് 5 പേരെ ഇന്നലെ തന്നെ നമ്മുടെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെ താമരശ്ശേരി പോലീസ് ഹാജരാക്കിച്ചിരുന്നു. പോലീസ് അറിയിച്ച പ്രകാരം 5 പേരെയും രക്ഷിതാക്കൾ ഹാജരാക്കി. ഇന്നലെ വധശ്രമത്തിനായിരുന്നു കേസെടുത്തിരുന്നത്. ഇന്ന് കൊലപാതക കുറ്റമാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പം ഇവരുടെ രക്ഷിതാക്കൾ പറഞ്ഞു കുട്ടികളെ എക്സാം എഴുതിക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞു. അതിൻ്റെ പ്രകാരം ഈ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ഈ 5 പേർക്കും എക്സാം എഴുതാനുള്ള അവസരം നൽകിയിട്ടുണ്ട്. അതായത് SSLC പരീക്ഷ ഈ ക്രിമിനൽ സംഘം എഴുതാനെത്തും. ഇതൊക്കെ അവന്മാർക്ക് വലിയ സംഭവമായിരിക്കും. ഈ ഒബ്സർവേഷൻ ഹോമിൽ നിന്നുള്ള ആൾക്കാർ ഇവന്മാരുടെ കൂടെ വരും എക്സാം എഴുതാൻ, അതുറപ്പാണ്. എക്സാം എഴുതിക്കാൻ വേണ്ടി ഒബ്സർവേഷൻ ഹോമിൽ നിന്നുള്ള ആളുകൾ ഇവന്മാരുടെ കൂടെ എത്തും. അതൊക്കെ ഒരു താരപരിവേഷമായി ഇവന്മാർ കരുതും. ഇവന്മാർ 18 വയസ്സ് കഴിഞ്ഞ് ഈ കേസിന്റെ വിചാരണ നടന്ന് എന്തായാലും ഇവന്മാർക്ക് ശിക്ഷ കിട്ടും. കാര്യം ഡിജിറ്റൽ എവിഡൻസ് ഉണ്ട്, ദൃക്സാക്ഷികളുണ്ട്, അതുപോലെ തന്നെ CCTV ദൃശ്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉള്ളത് കൊണ്ട് ഇവന്മാർക്ക് ശിക്ഷ കിട്ടും. ശിക്ഷ കിട്ടിയാലും അറിയാമല്ലോ 3 കൊല്ലം അത്രയേ ഉള്ളൂ. അത് കഴിയുമ്പോൾ ഇവന്മാർ പുറത്തിറങ്ങും. 18 വയസ്സ് കഴിഞ്ഞ് ഇവന്മാർ പുറത്തിറങ്ങിയ ശേഷം വലിയ ക്രിമിനലുകൾ കോഴിക്കോട് താമരശ്ശേരി മേഖല കാണാൻ പോകുന്ന 5 അംഗ ക്രിമിനൽ സംഘത്തെയാണ് ഇനി താമരശ്ശേരി മേഖല 2028 ശേഷം കാണാൻ പോകുന്നത്. ഇത് എഴുതി വെച്ചു. വലിയ ക്രിമിനലുകളാണെന്ന് പറയുന്നതിന് ഒരു കാര്യം ഈ ശബ്ദ സന്ദേശത്തിൽ തന്നെ പറയുന്നുണ്ട്, അവൻ മരിച്ചാലും കുഴപ്പമൊന്നുമില്ല, കേസൊന്നും ഉണ്ടാകില്ല. അത് എത്ര കൃത്യമായ ധാരണ ഇതിനെക്കുറിച്ചുണ്ടെന്ന് ഓർക്കണം. ആൾക്കൂട്ടം തല്ലിക്കൊന്നു കഴിഞ്ഞാൽ അല്ല, അത് ഇവന്മാർക്ക് ആര് പറഞ്ഞു കൊടുത്ത് മണ്ടൻ തത്വം ആരാ പറഞ്ഞ്? ആൾക്കൂട്ടം തല്ലിക്കൊന്നു കഴിഞ്ഞാൽ പിന്നെ കൂട്ടായിട്ടുള്ള ആക്രമണത്തിൽ മരണപ്പെട്ടാൽ കേസിൽ നീ മണ്ടന്മാർക്ക് ആരാ പറഞ്ഞു? പുതിയ നിയമവ്യവസ്ഥയിൽ അത് ശക്തമായ കേസാണ്.
ആണ് ആൾക്കൂട്ടാക്രമണമാണ് ഏറ്റവും വലിയ കേസ്. ഏറ്റവും വലിയ കേസ് ആൾക്കൂട്ടാക്രമണം BNS പ്രകാരം. ഭാരതീയ ന്യായ സംഹിത എന്നുള്ള ഒരു സാധനം ഉണ്ടുവേ. നീയൊന്നും ഇതൊന്നും പഠിച്ചില്ല. അതറിഞ്ഞു കാണില്ല. വായി തോന്നിയത് വിളിച്ച് പറഞ്ഞ് ഈ പറയുന്ന പോലെ അക്രമം ഉണ്ടാക്കാൻ. അത് പിന്നിൽ ഈ കുട്ടിയുടെ അമ്മ തന്നെ പറയുന്നുണ്ടല്ലോ, മുതിർന്ന ആളുകളും ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നില്ല ആ ദൃശ്യത്തിലല്ല. ആ ദൃശ്യം ബ്ലറില്ലാത്ത ഞാൻ കണ്ടതാ. ബ്ലറിയാതെ അതിനകത്ത് മുതിർന്ന ആരെയും ഞാൻ കണ്ടില്ല. ആ ദൃശ്യം അതിൻ്റെ പല പല ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചതാണ്. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ ഇതൊന്നും കാണിക്കുന്നില്ല എന്നുള്ളത്. അതിൻ്റെ ഒരു വലിയ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻസ്ട്രീം മീഡിയാസ് നമുക്ക് കോപ്പിറൈറ്റ് ചോദിക്കും. കോപ്പിറൈറ്റ് നമ്മളോട് ചോദിക്കും. പിന്നെ വീഡിയോ കാണാനേ പറ്റില്ല. വീഡിയോ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും നമുക്ക് നഷ്ടപ്പെടും. നമുക്ക് ഇപ്പോഴത്തെ ഒരു നിലവിലൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് കാണിക്കും. ഇപ്പോൾ കാണിക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്നത് ഏതെങ്കിലും ഒരു ചാനൽ ഓൾറെഡി അവരും ഇത് കാണിക്കും. അവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ നമുക്ക് കോപ്പിറൈറ്റ് പറയും. പിന്നെ കുറേ നേരത്തേക്ക് ഈ വീഡിയോ നമ്മൾ പിന്നെ എന്ത് ചെയ്യണം, യൂട്യൂബിനോട് പോയി അപ്പീൽ ചെയ്യണം. അപ്പീൽ കൊടുത്ത് ഇത് വീണ്ടും തിരിച്ചിട്ടണമെങ്കിൽ 2 ആഴ്ച സമയമെടുക്കും. 2 ആഴ്ച കഴിയുമ്പോഴേ പിന്നെ ഈ വീഡിയോ വരത്തുള്ളൂ. നമ്മൾ നാട്ടുകാർ അറിയാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ ദൃശ്യങ്ങളുടെ ആവശ്യം ഇതൊക്കെ കണ്ടിട്ട് എന്ത് രസം കിട്ടാനാ? കൂടുതൽ അക്രമം നടക്കുമെന്നല്ലാതെ. ഞാൻ ഈ കഴിഞ്ഞ ചർച്ചയിൽ ഒരു ദിവസം ഞാൻ 3 ദിവസം 4 ദിവസം ആയെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു ഞാനിതിൻ്റെ മറ്റേ വെഞ്ഞാറമ്പുറത്തെ ഫോട്ടോ ഉണ്ടെന്ന് പറഞ്ഞപ്പം ഒരു ചെറിയ പയ്യനാണ്, അയാൾ എന്നെ നമ്പർ എവിടുന്നോ കണ്ടുപിടിച്ച്, എവിടുന്നാണെന്ന് എനിക്കറിയില്ല, നമ്പറൊക്കെ കണ്ടുപിടിച്ച് എന്നെ ഫോണിൽ വിളിച്ചിട്ട് അതെനിക്കും തരുമെന്ന് വെച്ചു. കണ്ട് രസിക്കുക. ആ അക്രമത്തെക്കുറിച്ചൊന്ന് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണ്ട, ഇത്രയൊക്കെ ഉള്ളൂ, ഞാൻ പറഞ്ഞതിന് അത്രയൊക്കെ ഉള്ളൂ, ദൃശ്യം കണ്ട് മനസ്സിലാക്കണ്ട എന്ന് ചോദിച്ചു. പറഞ്ഞു. അപ്പം ഞാൻ എന്തിനാ പഠിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ +2 എക്സാമിന് വേണ്ടി തയ്യാറാവുകയാണ്. പിന്നെ എനിക്ക് ക്രിമിനോളജിയൊക്കെ എടുക്കാൻ വേണ്ടിയാണ് താല്പര്യം. അങ്ങനെ ഞാൻ പറഞ്ഞു ഇത് കണ്ടിട്ട് ക്രിമിനോളജി എടുക്കേണ്ട, അല്ലാണ്ട് തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാര്യങ്ങൾ പഠിക്കാവുന്നതേ ഉള്ളൂ, ഇതൊന്നും കാണാൻ നിൽക്കേണ്ടെന്ന് പറഞ്ഞു. ഇതൊന്നുമല്ല ഉദ്ദേശം. ഇത് ഞാൻ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് പോകും. ഇപ്പം അത് എല്ലായിടത്തും ഉണ്ട്, എല്ലാവരുടെയിലും ഉണ്ട്. നല്ലൊരു കുട്ടി എന്നോട് പറഞ്ഞു ഇങ്ങനെ, ഞാൻ ചെന്നിറങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ, ഒരു ഇത് നിങ്ങൾ കണ്ടായിരുന്നോ, ചേട്ടൻ കണ്ടായിരുന്നോ? അപ്പോൾ വന്ന് വിശദീകരിക്കുന്നു എന്നോട്, അടികൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, ആ കുട്ടി അനിയൻ ഇങ്ങനെ കിടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു ഞാനത് ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ നടന്നു പോയി. ഇപ്പോൾ കുട്ടികളെല്ലാവരും ഗ്രൂപ്പുകളിലെല്ലാം ഉണ്ട്. മെനഞ്ഞാന്ന് ഇത് ലീക്കായി. ഞാനത് 3-4 ദിവസം മുമ്പ്, എനിക്കൊന്ന് ചൊവ്വാഴ്ചയാണെന്ന് തോന്നുന്നു, ചൊവ്വാഴ്ചയാണ് ഞാനിത് കാണുന്നത്. ചൊവ്വാഴ്ച ഇപ്പോൾ ഒരു 3-4 ദിവസം മുമ്പേ ഇതിപ്പം ഇന്നലെ ഇത് ലീക്കായിട്ടുണ്ട്. ഇന്നലെയാണ് മെനഞ്ഞാന്നോ ഇത് ലീക്കായി, ഇത് പുറത്തായി. എനിക്കൊന്ന് പോലീസുകാരുടെ ആരുടെയോ കയ്യിൽ നിന്നാണെന്ന് അത് പോയിട്ടുള്ളത്. ഏതായാലും ഈ ക്രിമിനൽ സംഘം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കുട്ടി ക്രിമിനലുകൾ ഇവിടെ വലിയ പ്രശ്നങ്ങൾ ഈ സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോവുകയാണ്. അവിടെ നിന്നും പുറത്തിറങ്ങുന്ന, അതായത് ഒബ്സർവേഷൻ ഹോമിൽ നിന്നും പുറത്തിറങ്ങുന്ന ഈ ടീമുകളൊന്നും നേരെ ചൊവ്വേ വരാൻ പോകുന്നില്ല. ഇവരൊക്കെ വരാൻ പോകുന്നത് വലിയ പ്രശ്നക്കാരായി. ഒരു കൊലപാതകം നടത്തി അത് ഇത്രയേ ഉള്ളൂ എന്നുള്ള ചിന്തയിലായിരിക്കും. ഒരു കൊലപാതകം നടത്തിയാൽ ഞങ്ങൾക്ക് ഇത്രയൊക്കെ ശിക്ഷ കിട്ടൂ, അല്ലെങ്കിൽ ഇത്രയൊക്കെ സംഭവിക്കാനേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വലിയ പ്രശ്നം വേറെ ഭാഗം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇനി ഇറങ്ങുന്ന ഇവരെ സമൂഹം വേറൊരു രീതി നോക്കും, വേറൊരു രീതി നോക്കിക്കാണും. അതോടുകൂടി ഇനിയിപ്പം പ്രത്യേകിച്ച് നമുക്കിനി നാണം കെടാനോ ഒന്നുമില്ല, എന്നാൽ പിന്നെ എന്തുമാകാമെന്നൊരു തോന്നൽ ഇവർക്കുണ്ടാകും, ഈ കുട്ടിക്കൂട്ടത്തിനും ഉണ്ടാകും. ഇതാണ് പിന്നെ നടക്കാൻ പോകുന്നത്. ഈ സംഭവമാണ് നടക്കാൻ പോകുന്നത്. ഇവർക്ക് യാതൊരു പശ്ചാത്താപവും ഇല്ല എന്നുള്ളതാണ്. ഒന്നുമില്ല. വോയിസ് ഒക്കെ കേൾക്കുമ്പോൾ നമുക്കറിയാമല്ലോ. അടിച്ച് അതിൻ്റെ കണ്ണ് പറഞ്ഞു പോയി, ഒരു കണ്ണ് പറഞ്ഞു പോയി എന്നുള്ളതിലാണ്. അവൻ ഇനി രക്ഷപ്പെടാൻ പോകുന്നില്ല, അവൻ്റെ കണ്ണ് പറഞ്ഞു പോയിട്ടുണ്ട്. ഓനെ ഞാൻ കണ്ടതാണ്, അവനെ ഞാൻ കണ്ടതാണെന്ന്. അവനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലുമെന്ന് എന്നാ ഇവരെ നല്ല കോഴിയോ ഇതൊന്നും അല്ലല്ലോ. 15 വയസ്സുള്ള കുട്ടികളാണ് ഈ പറയുന്നത്. അതെ, ഒരു വലിയ ക്രിമിനലാണ് പറയുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അയാൾ അങ്ങനെ തന്നെയാണ്, അയാളുടെ സ്വഭാവ രീതി, അതുകൊണ്ട് അയാൾ അങ്ങനെ പറയുന്നതെന്ന് മനസ്സിലാക്കാം. അതാണ് ഇവിടുത്തെ ഒരു വലിയ പ്രശ്നം. നമ്മൾ പണ്ട് ഈ വീട്ടിൽ വളർത്തുന്ന ഒരു കോഴിയെ കറി വെച്ചിട്ട് ഞാനത് കഴിച്ചില്ല. ഞാനിതിനെ ഡെയിലി കണ്ടുകൊണ്ടിരുന്നതാണ്. ഞാനിങ്ങനെ ഡെയിലി കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇതിനെ കറി വെച്ചു. നമ്മൾ സ്കൂൾ പഠിക്കുന്ന കാലഘട്ടം അവൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഇവരതിനെ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. അല്ല, ഞാൻ ഈ കോഴി ചിക്കൻ വാങ്ങിക്കാൻ കടയിൽ പോകുമ്പോൾ ഞാനങ്ങ് മാറി നിൽക്കും. ഇതിനെ നമുക്ക് ഇതിങ്ങനെ എടുത്ത് കട്ട് ചെയ്തിട്ടാണല്ലോ ഇവര്. ആദ്യമൊക്കെ എനിക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നു. ഈ പറയുന്ന പോലെ ഞാൻ ആദ്യമായിട്ട് ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് 5 പേര് മരിച്ചു കിടക്കുന്ന ഞാൻ കാണുന്നത്. ആദ്യത്തെ ഡ്യൂട്ടി എന്നെ പറഞ്ഞു വിടുന്നത്. ഞാൻ അവിടെ നിന്ന് ബബ്ബ അടിച്ചു ലൈവില്. റീഡർ വീണ്ടും ചോദിച്ചപ്പോൾ ഞാൻ ഇന്ന് ബബ്ബ അടിച്ചു. 5 പേര് റെയിൽവേ ട്രാക്കിൽ കിടക്കുക. അതിൽ തന്നെ ഈ കാണുന്നതിനകത്ത് ഒരു ബോഡി കിടക്കുന്നതിൽ ഒരു പെൺകുട്ടിയുടെ കാലാണ്. അതിനൊരു ചുവന്ന പാൻറ്റാണ് ആ കുട്ടി ഇട്ടിരിക്കുന്നത്. ആ കാൽഭാഗമാണ് അവിടെ കിടക്കുന്നത്. കാലിലെ കൊലുസ് കണ്ടാൽ അറിയാം ഒരു പെൺകുട്ടിയാണ്, ഇവിടെ കാലാണ് അറ്റുപോയി കിടക്കുന്നത്. അതിൻ്റെ അടുത്തേക്കാണ് ഞാൻ ലൈവിൽ. ഞാൻ ഇത് കണ്ണോട് നോക്കിയിട്ട് ബബ്ബ അടിക്കുകയാണ്, ഒന്നും പറയാൻ പറ്റുന്നില്ല. പിന്നീടാണ് കുറേ കാലത്തിന് ശേഷമാണ് അത്
മാറി വന്നത്. ഒരുപാട് കണ്ടു കഴിയുമ്പോഴത്തേക്ക് മാറിയത്. ഇവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. പ്രശ്നമല്ല. അവർ വേണമെങ്കിൽ അവർ നമുക്ക് പകരം അവരായിരുന്നെങ്കിൽ ആ കാലൊക്കെ എടുത്ത് കാണിച്ചിരുന്നത് ഇതാണ് കാല്. അല്ല, ഇത് വ്യക്തമായി പ്ലാൻ ചെയ്ത് പോവുകയാണല്ലോ. ഇവരെ കൊല്ലാൻ വേണ്ടിയുള്ള പ്ലാൻ, കൊല്ലാനുള്ള ഗ്രൂപ്പ് ഉണ്ടാക്കും. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഈ സാധനം ബൈക്കിന്റെ സ്റ്റമ്പൊക്കെ എടുത്തുകൊണ്ട് പോകത്തില്ല. ബൈക്കിന്റെ സ്റ്റമ്പൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് ഒരാളെ കൈകാര്യം ചെയ്യാന്ന് വെച്ചാൽ കൊലപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം കൊണ്ട് അത് വെച്ച് ഒരു അടി അടിച്ചു കഴിഞ്ഞാൽ, ദേഹത്തടിച്ചു കഴിഞ്ഞാൽ കയ്യോ കാലോ ഒടിഞ്ഞു പോകും. എന്തുമാത്രം ക്രിമിനൽ മനസ്സാണെന്നുള്ളത് സൂക്ഷിക്കണം. ആദ്യം ഇന്നിപ്പോൾ നിങ്ങൾ ഇവരുടെ മാതാപിതാക്കൾ ഇവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചോ. നിങ്ങൾ നല്ലൊരു കഥക്, അടച്ചുറപ്പുള്ളൊരു കഥക് നിങ്ങളുടെ മുറിക്ക് തയ്യാറാക്കി വെച്ചു. രക്ഷിക്കാൻ ശ്രമിക്കുന്നുള്ള ഉറപ്പാണല്ലോ. രക്ഷിക്കാൻ ശ്രമിക്കും. ഞാൻ അവരോട് പറയുകയാണ്, നിങ്ങളുടെ ഈ കുട്ടി ക്രിമിനൽസ് 5 അംഗ സംഘത്തിൻ്റെ മാതാപിതാക്കളോട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ മുറിയിൽ നല്ല ഉറപ്പുള്ള, പറ്റുമെങ്കിൽ ഇരുമ്പിൻ്റെ ഗ്രില്ല് തീർത്തുകൊണ്ടുള്ളൊരു കഥക് തയ്യാറാക്കിക്കോ. അല്ലെങ്കിൽ നിങ്ങൾക്കും കഷ്ടകാലമാണ്. ഇല്ലെങ്കിൽ അടുത്തത് നിങ്ങളായിരിക്കും. നഞ്ചക്കിൻ്റെ പ്രയോഗം. അതെ, ശരി.